വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് സ്മാർട്ട് ഫോണുകളെ പരിചയപ്പെടുത്താനാണ്. ചുമ്മാ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ പോരാ, ലക്ഷറിയസ് ആയിട്ടുള്ള രണ്ട് കിഡ്ലൻ സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ജസ്റ്റ് ഇന്നലെ ഓഗസ്റ്റ് 10 വേൾഡ് വൈഡ് ലോഞ്ച് ചെയ്തിട്ടുള്ള സാംസങ് ഗാലക്സി Z ഫോൾഡ് 4ഉം അതുപോലെ തന്നെ സാംസങ് ഗാലക്സി Z ഫ്ലിപ്പ് 4 ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒരു ക്വിക്ക് സ്പെസിഫിക്കേഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ടാകുക. അതിനുശേഷം ഈ ഒരു ഓരോ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാംസങ് ഗാലക്സി ഫോൾഡ് 4 ആണോ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലിപ്പ് 4 ആണോ, ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിൽ ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ആദ്യം ഡീറ്റെയിൽ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ പൊതുവെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 ദിവസം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഡീറ്റെയിൽ റിവ്യൂ എന്നുള്ള രീതിയിൽ ചെയ്യാറുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് അറിയാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസും കാര്യങ്ങളും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിൻ്റെയും ക്വിക്ക് സ്പെസിഫിക്കേഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ആർമർ അലൂമിനിയം ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഉദാഹരണത്തിന് Z ഫോൾഡ് 3ഉം Z ഫോൾഡ് 4ഉം സിമിലർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു സൈസിൽ ഒരു പൊടിക്ക് Z ഫോൾഡ് 4 ചെറുതാണ്. പിന്നീടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമറ മോഡ്യൂൾ കുറച്ചും കൂടി വലുതാണ് നമുക്ക് ഈ ഒരു Z ഫോൾഡ് 4ൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ, നേരെ തിരിച്ച് ഇതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ Z ഫ്ലിപ്പ് 3ൽ കുറച്ചും കൂടി വലിയ സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്കിതിൽ സൈസ് വൈസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബാക്കി പിറകിലുള്ള ക്യാമറ മോഡ്യൂളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയാൻ പറ്റും. എനിവേ ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണും ഒരു പ്രീമിയം ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയും ശരിക്കും ഒരു പ്രീമിയം ലെവലിലെ ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് ഫോൾഡബിൾ ഡൈനാമിക് MOLED 2X എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോൾഡ് 4ൽ 7.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഫ്ലിപ്പ് 4ൽ വരുന്നത് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. HDR10+ സപ്പോർട്ടാണ്. രണ്ടിലും 1200 നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഫോൾഡ് 4ൻ്റെ ഫ്രണ്ട് സൈഡ് ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡൈനാമിക് MOLED ഡിസ്പ്ലേ ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6.2 ഇഞ്ചാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലിപ്പ് 4ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ പിറകിൽ ആ ചെറിയ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ MOLED ഡിസ്പ്ലേ ആണ്. 1.9 ഇഞ്ചാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം പ്രൊസസ്സർ തന്നെയാണ്. പ്രൊസസ്സർ ഏതാണെന്ന് നോക്കിയാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുകളിൽ ഒന്നായിട്ടുള്ള Qualcomm Snapdragon 8+ Gen 1 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 നാനോമീറ്റർ ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 3.19 GHz ആണ് ക്ലോക്ക് സ്പീഡ്. GPU നോക്കുകയാണെങ്കിൽ ADRENO 670 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള GPU ഒന്ന് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ പെർഫോമൻസ് വൈസ് വലിയ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സാധിക്കും. കാരണം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. എനിവേ 3 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണും വരുന്നത്. അതിൽ ഫോൾഡ് 4ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 12GB റാമിൽ 256, 12GB റാമിൽ 512GB, 12GB റാമിൽ 1TB വരെ വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇനി ഫ്ലിപ്പ് 4ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8GB റാമിൽ 128ഉം 8GB റാമിൽ 256ഉം 8GB റാമിൽ 512GB ആണ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. Android 12ലാണ് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണുകളും പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ Z ഫോൾഡ് 4ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ Android 12L എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേർഷൻ ആണ് വരുന്നത്. അതായത് Android 12L എന്ന് പറഞ്ഞാൽ ലാർജ് സ്ക്രീനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. അതായത് ചില ടാബ്ലറ്റ്സിനും അതുപോലെ തന്നെ ഫോൾഡബിൾ ഡിവൈസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് ഈ Android 12 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതർവൈസ് സെയിം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. എനിവേ 1 UI വേർഷൻ വരുന്നത് 4.1.1 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. IPX8 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണ് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1.5 മീറ്റർ വരെ നമുക്ക് 30 മിനിറ്റോളം നമുക്കിത് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.2 ആണ് വരുന്നത്. രണ്ട് സ്മാർട്ട് ഫോണിലും NFC സപ്പോർട്ടാണ്. വൈഫൈയുടെ കാര്യത്തിലാണ് ചെറിയ വ്യത്യാസമുള്ളത്. ഫോൾഡ് 4ൽ Wi-Fi 6E-യും ഫ്ലിപ്പ് 4ൽ Wi-Fi 6ഉം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്യൂൺഡ് ബൈ AKG ആണ്.
സ്പീക്കർ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഫോൾഡ് 4ന്റെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള സ്പീക്കർ ഔട്ട്പുട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഫ്ലിപ്പ് 4ലും അത്യാവശ്യം നല്ല ലൗഡി ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റിയാണ് ലഭിച്ചത്. ഇനിവ രണ്ടും ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പീക്കർ ഔട്ട്പുട്ട് ക്വാളിറ്റി തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള Z Fold 3ൽ നിന്ന് Z Fold 4ലേക്ക് വന്നപ്പോൾ പ്രധാന വ്യത്യാസങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. അതിൽ തന്നെ രണ്ട് വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് മെയിൻ ലെൻസ്, കഴിഞ്ഞ വർഷം 12 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 50 മെഗാ പിക്സലാണ് വരുന്നത്. അത് തന്നെ സാംസങ് ഗാലക്സി S22 S22 പ്ലസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം കാണാൻ സാധിക്കുക 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ആയിരുന്നു വിത്ത് 2x ഒപ്റ്റിക്കൽ സൂം എങ്കിൽ ഇത്തവണ അത് 10 മെഗാ പിക്സലിൽ 3x ഒപ്റ്റിക്കൽ സൂമിലാണ് നമുക്ക് Z Fold 4ൽ കാണാൻ സാധിക്കുക. തേർഡ് ലെൻസ് എന്ന് പറയുന്നത് 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് വരുന്നത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ടിലെ ചെറിയ ഡിസ്പ്ലേ 6.2 ഡിസ്പ്ലേയിൽ വരുന്നത് 10 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഉൾപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ഫോൾഡബിൾ ആയിട്ടുള്ള ആ ഒരു മെയിൻ വലുതായിട്ട് കാണുന്ന ആ ഒരു സ്ക്രീനിൽ വരുന്ന ക്യാമറ എന്ന് പറയുന്നത് 4 മെഗാ പിക്സലിന്റെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ എന്നുള്ള രീതിയിലുള്ള ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ ഫ്ലിപ്പ് 4ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഏകദേശം സിമിലർ ക്യാമറ പെർഫോമൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും 12 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും വരുന്നത് 10 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ്. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 4ന്റെയും അതുപോലെ തന്നെ ഈ ഒരു Z Flip 4ന്റെയും വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ ഏത് സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നിങ്ങൾക്ക് ആദ്യം കാണാൻ ആഗ്രഹമുള്ളത്, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും പറ്റിയാലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.